വെൽക്കം ടു ആനീസ് കിച്ചൺ ആൻഡ് യു ആർ വാച്ചിങ് ആനീസ് കിച്ചൺ വിത്ത് ആനി. ഇന്ന് ഒരു ചെയ്യാൻ പോകുന്ന റെസിപ്പി നോൺ വെജ് ആയിരിക്കും എന്നാണ് ആനി പറയാൻ വരുന്നതെന്നല്ലേ? കറക്റ്റാണ്, നോൺ വെജ് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് ചെയ്യാൻ പോകുന്നത് പ്രോൺസ് ആണ്. പ്രോൺസ് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു സാധനം തന്നെയാണ്. ഈ ഒരു കറി സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വേറെ വെജിറ്റേറിയനിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കൊഞ്ചിൻ്റെ രുചി എവിടെ കിട്ടാനാ അല്ലേ? ഏത് വെജിറ്റാലാ കൊഞ്ചിൻ്റെ രുചി വരുന്നതെന്നുള്ളത് എനിക്കറിയത്തില്ല. ഞാൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല, എനിക്കൊട്ട് അറിവില്ല അതിനെക്കുറിച്ച്. നമുക്ക് ആദ്യം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനൊരു ഈ കൊഞ്ചുകറി എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ചെയ്യുന്ന കൊഞ്ചുകറി പോലെ ഉള്ളൂ. ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ കുറച്ചൊരു വ്യത്യാസം അത്രേ ഉള്ളൂ. അതിനകത്ത് ചേർക്കുന്ന മുളക്. ഇന്ന് ചെയ്യാൻ പോകുന്ന കൊഞ്ചിൻ്റെ പേരെന്താന്ന് വെച്ചാൽ മാംഗ്ലൂർ പ്രോൺസ് കറിയാണ് ചെയ്യാൻ പോകുന്നത്. മാംഗ്ലൂർ ഇപ്പം എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല എൻ്റെ അനിയത്തി അർച്ചന അവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞു മാംഗ്ലൂരിയൻ ഫിഷ് തവ ഫ്രൈ ഭയങ്കര ടേസ്റ്റാണ് ചേച്ചി, മാംഗ്ലൂരിയൻ മട്ടൺ കറി ഭയങ്കര ടേസ്റ്റാണ് എന്നൊക്കെ ഒത്തിരി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല ടേസ്റ്റുള്ള ഒരു ഡിഷ് പഠിക്കാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണ് എന്നെ സംബന്ധിച്ച്. അപ്പോൾ എപ്പോഴും ഞാൻ കണ്ടുപിടിച്ച എനിക്കറിയാവുന്ന അറിവുകൾ മാത്രമല്ല, നമ്മുടെ രാജ്യത്തെ ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ പല എന്താ പറയുക ഭയങ്കര സ്വാദിഷ്ടമായ കറികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് പഠിക്കണം. അവരുടെ മുളക് ഏറ്റവും വലിയ വ്യത്യാസം. അതെന്നാന്നറിയോ? സാധാരണ നമ്മളിപ്പോൾ ഈ മുളക് കാണുമ്പോൾ നമ്മൾ കാശ്മീരി മുളകായിട്ട് തോന്നും, പക്ഷേ ഇത് ബേഗഡി മുളകാണ്. ഇതിന് ഭയങ്കര എരിവ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ആവശ്യത്തിന് എരിവുണ്ട്, പക്ഷെ നല്ല നിറവാണ്, ഒരു കൊഴുപ്പും നല്ലതായിട്ട് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ഇതിന് വേണ്ടിയത് ഇതാ. ഇനിയിപ്പോൾ ഈ മുളക് നമ്മുടെ നാട്ടിൽ കിട്ടാൻ ഒരു ഇച്ചിരി പ്രയാസമാണ്, അതുകൊണ്ട് സാധാരണ നമ്മുടെ കാശ്മീരി ചില്ലി എടുത്താലും മതി. പിന്നെ വേണ്ടിയത് ഒരു 2 ടീസ്പൂണോളം മല്ലി, പച്ചമല്ലിയാണ് ഇത്. പിന്നെ വേണ്ടിയത് കുറച്ച് ജീരകം, അതായത് ഇത് 1 ടീസ്പൂൺ ജീരകം മതി. ഉലുവ ഒരു എന്താ പറയുക, ഒന്നെങ്കിൽ കടുക് വറുക്കാൻ എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് വറുത്ത് പൊടിക്കാൻ. അത് അങ്ങനെ നമ്മൾ ഒരുപാട് ഇട്ട് പൊടിക്കേണ്ട, ഒരു പിഞ്ച് എടുത്തിട്ട് നമ്മൾ വറുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഡ്രൈ റോസ്റ്റ് ചെയ്യുമ്പോൾ ഇട്ടേച്ചാൽ മതി. പിന്നെ വേണ്ടിയത് 1 കപ്പ് തേങ്ങായ. ഇത് ചിലപ്പോൾ ഞാൻ ഇൻഗ്രീഡിയൻസ് എല്ലാം കാണിക്കുമ്പോൾ നിങ്ങൾ ഇത് നമ്മുടെ വീട്ടിൽ വെക്കുന്ന കൊഞ്ച് കറിയാ എന്ന് തോന്നും. പക്ഷേ എനിക്ക് ഇവർ വറുത്ത് എല്ലാം ഇടുന്ന കണ്ടപ്പോൾ ഒരു വ്യത്യാസമായിട്ട് തോന്നി. പറഞ്ഞു തന്നപ്പോഴും ഒരു ടേസ്റ്റ് തോന്നി, അതുകൊണ്ടൊക്കെ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക് 1 ടീസ്പൂൺ വെച്ചോളൂ. പിന്നെ ഒരു കുഞ്ഞ് വെളുത്തുള്ളിയില്ലേ, അതൊരു 10-12 എണ്ണം. 1 കഷ്ണം ഇഞ്ചി. ഇത് ചെറിയ ഉള്ളി എത്ര ഇടുന്നു അത്രയും നല്ലത്. മിനിമം ഒരു 8 എണ്ണം. ഇത് 8 എണ്ണം അല്ല, ഇത് കൂടുതലുണ്ട്. പിന്നെ വേണ്ടിയത് കുറച്ച് മഞ്ഞൾപ്പൊടി, എന്താ പറയുക, ഒരു മീഡിയം സൈസ് 2 സവാള ഞാൻ കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുക. പിന്നെ ഉള്ളത് കടുക്, 2 പച്ചമുളക്. ഇത് കുടംപുളിയാ. കുടംപുളി വെള്ളത്തിട്ടേക്കുക. കറുത്ത പാത്രത്തിൽ കുടംപുളി ഇട്ടാൽ കാണാൻ ഒക്കത്തില്ല, പക്ഷെ എന്നാലും ഞാൻ പറയുക അതിനകത്ത് കുടംപുളി ചൂടുവെള്ളം ഒഴിച്ചിട്ടേക്കുക. പിന്നെ വേണ്ടിയത് ഇത് 1 കിലോ കൊഞ്ച. ഇത് ഈ പറഞ്ഞ പോലെ ഡീവെയിൻ ചെയ്താണ്, അതിൻ്റെ വെയിനെല്ലാം എടുത്ത് കളഞ്ഞതാ. പിന്നെ ഉള്ളത് ഒരു പച്ചമുളക് 2 ആയാലും മതി. ഇതിപ്പോൾ നമ്മൾ ചുമ്മാ ഒന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ വീട്ടിൽ വെക്കുന്ന വെറുതെ എന്താ പറയുക, ഒരു കൊഞ്ചുകറി ആയിട്ടല്ലേ തോന്നുള്ളൂ. പക്ഷേ എനിക്കെന്നാ വ്യത്യാസം തോന്നിയെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം ആ മുളക്, രണ്ടാമത്തെ എന്നാന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കൊഞ്ചുകറി വെക്കുമ്പോൾ എല്ലാവരുടെ വീട്ടിലും, ഇവൻ ഞാൻ ഇങ്ങനെ ഒരു തേങ്ങ അരച്ച ഒരു മീൻ കറി വെക്കുവാണെങ്കിൽ കുരുമുളക് അധികം ചേർക്കുകയല്ല. പക്ഷെ എൻ്റെ ടേസ്റ്റും എന്താ പറയുക, സൗത്തൊക്കെ ആയിട്ട് കുറച്ച് മിക്സാണ്. എങ്കിലും പഠിച്ച ഒരു അറിവ് നമുക്കന്ന് പങ്ക് വെക്കുന്നതല്ലേ ഏറ്റവും നല്ല. അപ്പോൾ ഫസ്റ്റ് എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇതിന് വെളിച്ചെണ്ണ അല്ലാതെ വേറൊന്നുമല്ല. അത് അവരും പറയുന്നുണ്ട്. അവരൊക്കെ സാധാരണ കടുകെണ്ണ അങ്ങനെയൊക്കെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മളത് ഉണ്ടാക്കുമ്പോഴത്തേന് വെളിച്ചെണ്ണയിൽ ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് എന്നാ ചെയ്യുന്നത്, ഡ്രൈ റോസ്റ്റ് അല്ല, നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചേച്ച് വേണം അതൊന്ന് റോസ്റ്റ് ചെയ്യാൻ. ഇപ്പോൾ ഒരു ഇച്ചിരി 1 ടീസ്പൂണോളം ഒഴിച്ചാൽ മതി. അതായത് ഇതെല്ലാം ഡ്രൈ റോസ്റ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ബേഗഡി മുളക് അതൊന്ന് വറുത്തെടുക്കാം. ഇതൊരു 10 എണ്ണം എടുത്തിട്ടുണ്ടേ. ഈ മീൻകറി ആകുമ്പോൾ ഒരു ഇച്ചിരി ഉപ്പ്, എരിവ്, പുളി ഇതെല്ലാം വേണ്ടേ. ഇതൊന്ന് മുരിയണം. മുരിയണമെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ചുട്ടെടുക്കുക, അല്ലെങ്കിൽ സൈഡിലൊന്ന് കരിഞ്ഞു വരും, അങ്ങനെയല്ല. ഈ മുളക് ഒന്ന് എന്താ പറയുക, നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യാന്ന് പറയും. പക്ഷെ അതിന് ഒറ്റതേ ഉള്ളൂ, ഇങ്ങനെ കരിഞ്ഞു പിരിഞ്ഞ് വരരുത്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് എന്നാ പറയുക, മുരിയാൻ ഒത്തിരി നേരം വേണ്ട. അതുകൊണ്ട് ഇത്രയും മതി. ഇത് കഴിഞ്ഞ ആഴ്ച നമുക്ക് അല്ലാതെ തന്നെ അത് ഇച്ചിരി ഒന്ന് അരപ്പായിട്ടൊന്ന് വഴട്ടാനും ഉണ്ട്. അപ്പം ഞാൻ തന്നെ ആദ്യത്തെ സെക്ഷൻ മാറ്റുക. ആൻഡ് ദ നെക്സ്റ്റ് സെക്ഷൻ തീ വെച്ചിട്ട് കുറച്ച് വെച്ച് നമ്മുടെ ഈ ഡ്രൈ ഉണ്ടല്ലോ, അതായത് ജീരകം, മല്ലി, മുളക് ഇതെല്ലാം ഇടുവാണേ. പച്ചമല്ലി,
കുരുമുളക്. ഇത് ഇത്രയും. ഇതിൻ്റെ കൂടെയാണെന്ന് ഞാൻ പറഞ്ഞത്. ഒന്നെങ്കിൽ ഇപ്പം ഒരു പിഞ്ച് ഉലുവ ഇടാം, അതല്ലെന്നുണ്ടെങ്കിൽ കടുക് വറുക്കുമ്പോഴത്തേക്ക് ഇട്ടേച്ചാലും മതി. അപ്പം ഞാൻ ഈ സ്പൂണൊന്നുമില്ല, ഒരു 2-3 അത്ര മതി. ഇത് ഒരുപാട് ഇട്ട് കഴിഞ്ഞാലും ഉണ്ടല്ലോ കഴിക്കും. ഇതും ഒരുപാട് സമയമൊന്നും എടുക്കുമല്ല, കാര്യം ഈ ചീനച്ചട്ടിയുടെ ഇച്ചിരി കട്ടിയുള്ള ഒരു പാത്രമാണ്. അന്നേരം ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് മൂക്കും. പിന്നെ എന്നാന്ന് വെച്ചാൽ ജീരകം വന്നേൽ അധികം സമയം എടുക്കുകയല്ല മൂക്കാനായിട്ട്, പെട്ടെന്നാവുകയും ചെയ്യും. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചോണം. വേണ്ട, ഇത്രയേ ഉള്ളൂ. ഇത് ഞാൻ ഓഫ് ചെയ്യുക. ഈ സമയത്ത് നമ്മുടെ ബാക്കി ഇൻഗ്രീഡിയൻസ്, അതായത് നമ്മൾ ഈ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം എടുത്തു വച്ചില്ലേ, അതിടുക. ഇത് തീ ഓഫ് ചെയ്തേച്ചാ ഞാൻ ഇടുന്നേ. പിന്നെ ഉള്ളത് ചെറിയ ഉള്ളി. ഇതൊന്ന് ആറിയേച്ചു നമുക്ക് നല്ല മിക്സിയിൽ ഒന്ന് നല്ല മഷി പോലെ വിത്ത് നമ്മുടെ തേങ്ങായും മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പം ഇതിവിടെ ഇരിക്കട്ടെ. ഇത് ആറാൻ ഒരു ഇച്ചിരി സമയം എടുക്കും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ചട്ടി ഒന്ന് തീ വെച്ചേച്ച് അതിനകത്തോട്ട് ബാക്കി സാധനങ്ങൾ, അതായത് ഉള്ളി, കടുക് ഇതെല്ലാം ഇട്ടൊന്ന് വഴറ്റുന്ന സമയം കൊണ്ട് ഇത് തണുക്കുകയും ചെയ്യും, നമുക്ക് അരയ്ക്കാനും വെക്കും. ഞാൻ ആ സമയം ചട്ടി ചൂടാവുന്ന സമയം ഈ അരപ്പുണ്ടല്ലോ നമ്മുടെ മിക്സിയിലോട്ടാക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ ചീനച്ചട്ടി തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ചീനച്ചട്ടി ചൂടായതുകൊണ്ട് ആറാൻ ഒരു ഇച്ചിരി താമസം എടുക്കും. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇതേണ്ടേ ഈ തേങ്ങ തിരുമ്മി വെച്ചത് ഏകദേശം 1 കപ്പോളം ഉണ്ട്, അതും ഇടുക. തേങ്ങ 1 കപ്പിൽ ഒരു ഇച്ചിരി കൂടുതലും കൂടെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. വേണ്ട, ചട്ടി ചൂടായി. ഇനി ഒന്ന് തീ കുറച്ച് വെച്ച് അതായത് നമ്മുടെ ഇത്രയും ഉള്ളി ഒന്ന് വഴറ്റണം, അതിനുള്ള എണ്ണ വേണം. മാത്രമല്ല നമ്മൾ അരപ്പ് ചേർക്കുമ്പം അതിനുമുള്ള ഒരു വഴറ്റിയെടുക്കാനുള്ള എണ്ണ വേണം. വെളിച്ചെണ്ണ ഇസ് ഓൾവേസ് സേഫ് എന്നാണ് പറയുന്നത്, അല്ല അത് പേടിക്കണ്ട. ഇത് മാത്രം അല്ല നമ്മൾ അരയ്ക്കേണ്ടത്, നമ്മുടെ മുളകും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് അരയ്ക്കാനുള്ളതാ. ഇതിനകത്തോട്ട് ഞാനൊരു ഇച്ചിരി അതിനാവശ്യമുള്ള മഞ്ഞൾപ്പൊടി, ഒരു 1/4 തൊട്ട് 1/2 വരെ ഉള്ള സ്പൂണ് ഇതിനകത്തോട്ടിടാം. മഞ്ഞ ഒരുപാട് ഇട്ടാലും ഇല്ലേ, ആ മഞ്ഞൾപ്പൊടിയുടെ ഒരു കുത്തൽ, അതിൻ്റെ ഒരു ചൊവ കറിക്ക് മുന്നിട്ട് നിൽക്കും. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കടുക് പൊട്ടിയേച്ച് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പില. കടുക് എപ്പോഴും പൊട്ടിയേച്ച് ബാക്കി ചേർക്കാവുന്നാണ് പറയുന്നത്. ഓക്കെ, തീ ഒന്ന് കുറച്ച് വെച്ച് ഇച്ചിരി കറിവേപ്പില ഇടുക. ഇതിനകത്തോട്ട് ഒരു വലിയ സവാള നമ്മൾ എന്തായാലും അരിയുക, അല്ലെങ്കിൽ 2 മീഡിയം സൈസ് സവാള അരിയുക. നമ്മളൊന്ന് ഇട്ട് നോക്കുക. ഇതൊന്നും വാടി ബ്രൗൺ ആവണ്ട, പക്ഷെ ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. അപ്പം എന്നാന്ന് വെച്ചാൽ വഴന്ന് മാത്രം കിട്ടുന്നതുകൊണ്ട് എന്നാന്നറിയോ, ഈ സവാളയുടെ ഒരു സ്വീറ്റ്നെസ് അതിനകത്ത് തന്നെ നിൽക്കും. അപ്പോൾ ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ കറിക്ക് ഒരു മധുരം വരും. അതുകൊണ്ട് ഞാനൊരു ഇപ്പം ഇതിൻ്റെ ഒരു 3/4 ഇട്ടിട്ടുള്ളൂ. 2 സവാള അരിഞ്ഞതിൽ ഒരു 1.5 സവാളയുടെ കണക്ക് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇത് ഇനി വഴറ്റുന്ന സമയം കൊണ്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. പക്ഷെ ഇതിൻ്റെ കൂടെ ബാക്കി നമുക്ക് ഈ മുളകും കൂടെ ചേർക്കാനുണ്ട്. അപ്പം ഫസ്റ്റ് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇതിനകത്തോട്ട് ഞാൻ ഈ മുളകും കൂടെ ഇടാം. വലിയ മിക്സിയെക്കാട്ടിലും കൊച്ചു മിക്സി പെട്ടെന്ന് നല്ലതായിട്ടൊന്ന് മഷി പോലെ അരഞ്ഞു കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇതിനോട് കൈവച്ചാൽ. അല്ലെന്നുണ്ടെങ്കിൽ വലിയ മിക്സി എടുക്കത്തുള്ളൂ. അമ്മമാരൊക്കെ ഇപ്പോൾ മനസ്സുകൊണ്ട് ആലോചിക്കുന്നുണ്ടാവും എന്നത്തിനായി ചെറിയ മിക്സി എടുത്ത് വെച്ച് അരയ്ക്കുന്നതെന്ന്. ഇച്ചിരി ഒന്ന് താന്നിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ച് ഇനി നല്ല പേസ്റ്റ് പരുവത്തിന്.
മിക്സിയുടെ അരവ് കേൾക്കുമ്പോൾ നമുക്കറിയാം അല്ലേ ഒരു ഇച്ചിരി കൂടെ വെള്ളം വേണം എന്നുള്ളത്. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് ആറട്ടെ, എന്നിട്ട് ഇച്ചിരി കൂടെ അരയ്ക്കാനുണ്ട്. നല്ല പേസ്റ്റാണ്, ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് വെച്ച് നല്ലോണം പേസ്റ്റ് പരുവത്തിൽ വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. ഇനി എന്നാ ചെയ്യേണ്ട ഒരു ഓപ്ഷൻ കൂടെ പറയാം. ഇപ്പം ഞാനിവിടെ കുടംപുളി എടുത്തേ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വാളംപുളി എടുക്കാം. വാളംപുളി എടുക്കുവാണെങ്കിൽ പിഴിഞ്ഞ് ചേർക്കുന്നതിന് വരെ അതിൻ്റെ ഗുരുവെല്ലാം മാറ്റി വെച്ച് ഈ അരപ്പിൻ്റെ കൂട്ടത്തിൽ തന്നെ അരച്ചെടുത്താലും നല്ല ടേസ്റ്റാണ്. ഇതെല്ലാം നമ്മുടെ ഇഷ്ടം പോലെ. ഇപ്പോൾ കുടംപുളി വീട്ടിലില്ലെങ്കിൽ വാളംപുളി എടുത്തോ, കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് ഉള്ളി ഒരു ഇച്ചിരി കൂടെ ഒന്ന് വാടിയാൽ മതി. അപ്പോഴത്തേക്ക് ഞാൻ ആ ബാക്കിയും കൂടെ ഒന്ന് അരച്ചെടുക്കാം. ഓക്കെ, തന്നെ നല്ല പേസ്റ്റ് പരുവത്തിനായിട്ടുണ്ട്. ഇനി ഞാൻ തേണ്ട ഈ അരപ്പ് നമ്മുടെ ഈ ഉള്ളി വഴുന്നത് കണ്ടല്ലോ, അതിൻ്റെ പരുവം ഒന്നും ഈ പറഞ്ഞ പോലെ അങ്ങ് മൊരിഞ്ഞിട്ടില്ല, പക്ഷെ ഒന്ന് വാടിയത് മാത്രമല്ല ആ ഉള്ളിയുടെ അകത്തുള്ള ഒരു വാട്ടർ കണ്ടന്റ് ഇല്ലേ അതൊന്ന് പോകണം, അത്രേ ഉള്ളൂ. എന്നിട്ട് ഈ അരപ്പ് മുഴുവനും അതിനകത്തോട്ട് ഇടണം. ഈ അരപ്പൊന്നും കളയണ്ട, ഇച്ചിരി വെള്ളം ഒഴിച്ചെടുക്കുക. ഇനി ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, നമ്മൾ ഈ വഴറ്റിയേച്ച് ഈ അരപ്പ് ഇതിൻ്റെ ഒരു പച്ചച്ചോവ പോവാനായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. എന്നും പറഞ്ഞ് ഫ്രൈ ആവുകയല്ല വേണ്ടേ, ഒന്ന് അതിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു റോ ടേസ്റ്റ് എന്തായാലും ഉണ്ടാവും. നമ്മളൊരു എന്താ പറയുക ഡ്രൈ റോസ്റ്റ് ചെയ്തു, പക്ഷെ എന്നാലും ഒരു ഇച്ചിരി അതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ഗ്ലേസ് വരിക എന്ന് പറയില്ലേ, അത്രേ ഉള്ളൂ. ഞാനിപ്പോൾ എൻ്റെ എരിവിന് കണക്കാക്കിയ ഒരു 10 മുളക് എടുത്തേ, അതല്ല കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനിയിപ്പോൾ കാശ്മീരി മുളകാണെങ്കിൽ ഇത്ര എരിവ് കാണത്തില്ല, പക്ഷേ നല്ല നിറമായിരിക്കും, അതിനൊരു കറിക്ക് ഒരു കൊഴുപ്പും കിട്ടും. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ. ഇതിപ്പോൾ എനിക്ക് ഈ മുളക് കിട്ടിയതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ആരെങ്കിലും എന്താ പറയുക മൂകാംബിയൊക്കെ പോകുന്ന സമയത്ത് മേടിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ആ ഒഴിച്ച വെള്ളമില്ലേ, ഇനിയിപ്പോൾ അതിൻ്റെ പരുവ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. ഒരു ഗ്ലേസ് എന്നൊക്കെ പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ അതിൻ്റെ പരുവ് എന്നാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വെള്ളമെല്ലാം ചേർത്തല്ലേ ഈ കറി പേസ്റ്റ് ആക്കിയത്, തേങ്ങ അരച്ച് പേസ്റ്റ് ആക്കിയത്. അപ്പോൾ അത് നമ്മൾ ചേർക്കുന്ന വെള്ളം ഒന്ന് വറ്റിയേച്ച് ചട്ടി ഒന്ന് ഡ്രൈ ആവുകയല്ലേ, ആ പരുവ് അങ്ങ് കൂട്ടി വെച്ചാൽ മതി. വേണ്ടേ, ഈ ബബിൾസ് കാണുമ്പോഴേ നമുക്ക് അറിയാം അതിനകത്ത് ഇച്ചിരി കൂടെ വെള്ളം ഉണ്ടെന്ന്. അന്നേരം ആ വെള്ളം ഒന്ന് പോയേച്ച്, അതായത് പെട്ടെന്ന് പറ്റും, പ്രത്യേകിച്ച് ചട്ടിയാ, പിന്നെ ഹൈ ഫ്ലെയിമാ, അന്നേരം അധികം നേരം ഒന്നും എടുക്കുകയല്ല. ബബ്ലിങ് എല്ലാം മാറി. ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കുടംപുളിയുടെ വെള്ളം ഫസ്റ്റ് ഒഴിച്ച് വെച്ച് ഞാൻ ഒരു പുളിയെ ഇടുന്നുള്ളൂ. കാരണം ചില പുളിക്ക് ഭയങ്കര പുളിയാണ്, ചിലതിന് കാണുകയില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ അറിവ് അറിയാമല്ലോ, നമ്മൾ ഒരു പ്രാവശ്യം ഇതിപ്പോൾ ഞാൻ പുതിയ പുളിയാണ് മേടിച്ചേക്കുന്നത്, അതുകൊണ്ട് എനിക്ക് അതിൻ്റെ പരുവം, അതായത് പുളിയുടെ ഒരു പുളിയുണ്ടല്ലോ അത് എത്രയാണെന്നുള്ളത് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഇതേണ്ട ഒരു വലിയ കഷ്ണം ഇടുക. പക്ഷെ ഇത്രയും കൊഞ്ചുള്ള സ്ഥിതിക്ക് ഒരു കഷ്ണത്തിൽ നിൽക്കുവെല്ലാം തോന്നുന്നു, എന്നാലും ഒരു കഷ്ണവും കൂടി ഇട്ടേക്കാം. ഇനിയിപ്പോൾ അഥവാ തിളച്ച് കഴിഞ്ഞേച്ച് മാറ്റണമെന്നുണ്ടെങ്കിൽ ഒന്ന് മാറ്റാമല്ലോ. ഇനി ഇതിൻ്റെ ഈ വെള്ളം ഒന്ന് പറ്റി കഴിഞ്ഞാൽ ഞാൻ ഈ അരപ്പിന് വേണ്ടിയിട്ടുള്ള വെള്ളം, അതായത് കൊഞ്ചിന്ന് വെള്ളം ഇറങ്ങും, എന്നാൽ നമ്മുടെ കറിക്കുള്ള ഒരു തിക്നെസ് നമുക്കറിയാം, അതനുസരിച്ചുള്ള വെള്ളം ഇതിനകത്തോട്ട് ഒഴിക്കണം. ഇതുവരെ ഞാൻ ഉപ്പിട്ടില്ല, ഇടാൻ പോകുന്നേ ഉള്ളൂ. ഇനി ഇത്രയും വെള്ളം ഞാൻ ഒഴിക്കുന്നുള്ളൂ, എനിക്ക് ഇത്രയും മതി. കാര്യം കൊഞ്ചിന്നും കൂടെ കുറച്ച് വെള്ളം ഊറുവേ. ഇനി എന്നാ ചെയ്യണ്ടേ, ഇച്ചിരി ഉപ്പ്. കൊഞ്ചിനും ബേസിക്കലി കുറച്ച് ഉപ്പുണ്ട് ആ മീനിന്, ഞാൻ ഒത്തിരി ഇടുന്നില്ല. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇടാലോ.
സാധാരണ നമ്മുടെ ഇവിടെ വന്ന എല്ലാവരും ലെജൻസ് അബേദക്ക, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഷെഫ് പിള്ള, ഇവരെല്ലാവരും വന്നപ്പോൾ നമ്മളോട് പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്. എന്നറിയോ, കൊഞ്ചിനധികം വേവില്ല എന്നുള്ളത്. അപ്പം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ അരപ്പൊന്ന് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം ഒരു എന്താ പറയുക, ഒരു 10 മിനിറ്റ് അപ്പോഴത്തേക്ക് നമ്മൾ ഒഴിച്ച എണ്ണ അതെല്ലാം ഒന്ന് തെളിഞ്ഞു വരും. തെളിഞ്ഞേച്ച് കൊഞ്ചിട്ടാൽ മതി. കാര്യം എന്നാന്ന് വെച്ചാൽ എന്നാ അറിയോ, കൊഞ്ചിനധികം വേവില്ല. 5 മിനിറ്റ്സ് വേവ് അല്ലെങ്കിൽ 7 മിനിറ്റ്സ് വേവേ ഉള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളായിട്ട് ഇനി അതിനെ ഒരുപാട് വേവിച്ചാൽ അത് റബ്ബറി പോലെ ആയിപ്പോകും എന്ന് പറയുന്നത്. അപ്പോൾ ആ സോഫ്റ്റ്നെസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് തിളച്ച് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് കൊഞ്ചിടാം. അപ്പം നമ്മുടെ കറി അങ്ങ് തിളയ്ക്കുക. അതുകൊണ്ട് എണ്ണ ഈ പറഞ്ഞ പോലെ ഇച്ചിരി ആയിട്ട് തെളിഞ്ഞു വരുന്നുണ്ട്. അന്നേരത്തേന് ഞാൻ ഈ കൊഞ്ച് ഇതിനകത്തോട്ട് ഇടുക. അതിൻ്റെ മുമ്പിൽ നമുക്ക് 2 പച്ചമുളകും കൂടെ ഇതിനകത്ത് ഇടണം. വെച്ചാൽ മറ്റേ ഞാൻ ചേർത്തിരിക്കുന്ന ബേഗഡി മുളക് എന്ന് പറയുന്ന ഇച്ചിരി എരിവുള്ളത് കൊണ്ട് ഒത്തിരി ഇടത്തില്ല. നമ്മുടെ നാട്ടിൽ അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ എരിവ് അനുസരിച്ച്, ഇത് 2ആയിട്ട് കീറിയ മുളകാ, നേരെ ഞാനൊരു 2 എണ്ണം ഇതിനകത്തോട്ട് ഇടുക. ഇത്രയും കൊഞ്ചിന് അത്രയും മുളക് മതിയോ എന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിലെ മുളകാണെങ്കിൽ പോരാ, 2-3 പച്ചമുളകൊക്കെ നമ്മൾ ഇടും. പക്ഷേ ഇതായതുകൊണ്ട് ഞാൻ കുറച്ച് പച്ചമുളക് കുറച്ചെന്നേ ഉള്ളൂ. അപ്പം ഇനി ഇതിനകത്തോട്ട് കൊഞ്ച് ഓക്കെ. ഇനി എന്നാന്ന് വെച്ചാൽ മൈ ഫേവറേറ്റ്, അത് വേണ്ടിയിട്ടൊന്നുമല്ല, ഈ കറി ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കുണ്ടല്ലോ, അതിട്ടില്ലെങ്കിലേ ആ കറിക്കൊരു ഉണ്ട്. എന്നാലും ഒരു 2 തണ്ട്, അങ്ങനെ ചെറിയ തണ്ടായിരുന്നു, ഞാൻ അങ്ങനെ തന്നെ ഇടാവേ. അത് ഇട്ടില്ലെങ്കിൽ ഒരു സുഖമില്ല. ഇത്രയേ ഉള്ളൂ നമ്മുടെ മാംഗ്ലൂരിയൻ പ്രോൺസ് കറി. അതെന്നാന്നറിയാം, പ്രോൺസ് വെച്ച് ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത് ആര്യ എല്ലാവർക്കും അറിയാലേ. ആര്യ എല്ലാവരുടെ വിശേഷം ചോദിച്ച് എല്ലാവരോടും വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഓടി നടക്കുന്ന ഒരു കൊച്ചാ. ആ കൊച്ചിനാന്ന് വർത്താനം പറഞ്ഞേച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ സമയമുണ്ടോ എന്നാണ് എനിക്ക് സംശയം. കാര്യം ഒത്തിരി ആക്റ്റീവാണ്. അത് സത്യം പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു കുട്ടിയാണ്. ഭയങ്കര എനർജറ്റിക് ആണ്, ഭയങ്കര പോസിറ്റീവാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആനീസ് കിച്ചണിൽ ഒരു അത്രയും പോസിറ്റീവ് എനർജി ആയിട്ട് ഒരാൾ വരുമ്പോഴത്തേക്ക് അവർക്ക് ഇഷ്ടമുള്ള സാധനം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണേ. അങ്ങനെ എന്നല്ല, എല്ലാവരും വരുമ്പോഴും അവർക്ക് ഇഷ്ടമുള്ള സാധനം ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് ആര്യ വരുമ്പോൾ, ആര്യ എല്ലാവർക്കും അറിയാം, ആര്യയുടെ വിശേഷങ്ങളും എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും നമ്മുടെ വീട്ടിൽ വരുമ്പോൾ ഒരു കൊച്ചു വർത്താനം ഒക്കെ പറഞ്ഞിരിക്കാനൊരു സന്തോഷമല്ലേ. വെൽക്കം ബാക്ക് ആര്യ. താങ്ക് യു. അതെന്ന് വെച്ചാ ഇത് ഇവിടെ അല്ലേ തുടക്കം, ഞങ്ങളുടെ അമൃതല്ലേ തുടക്കം ആന്നല്ലേ. ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കുന്ന എന്തിനാ, ഞാൻ ഒരടി ഉറപ്പാണ്. മനസ്സിലായോ എന്നത്തിനാന്ന് പറയട്ടെ. പ്രേക്ഷകരോട് ചോദിച്ചിട്ട് തന്നെ ഒരെണ്ണം കൊടുക്കാൻ തോന്നുന്നുണ്ട് എനിക്ക്. ആദ്യത്തെ കട തുടങ്ങിയപ്പോ എന്നെ വിളിച്ചു, 2ാമത്തെ കട തുടങ്ങിയപ്പോ എന്നെ വിളിച്ചില്ല. അപ്പൊ ഞാനെന്താ, സാരി ഉടുത്താ പറ്റത്തില്ലേ, തോണ്ടരുത്, സാരി ഉടുത്താ പറ്റത്തില്ലേ, എനിക്ക് ആ സാരി തരത്തില്ലേ, ആ കടയിൽ ഞാൻ വന്നാ വല്ല കുഴപ്പമുണ്ടോ, ഞാനൊന്നും വരണേ. അച്ഛോ എന്ത് രസമായിട്ട് എന്തെന്നെ വിളിക്കാതെ. അല്ല, എനിക്കിരിക്കാം, ലോകത്തുള്ള എല്ലാവരും വരും, അവനവന്റെ ആവശ്യമുള്ളവരെ മാത്രം വിളിക്കും. പിന്നെ സോറി, പിന്നെ കൊച്ചു പറയുമ്പോ പിന്നെ വലിയ പ്രശ്നമൊന്നും വേണ്ട, എന്നാലും പോകുന്നതിന് മുമ്പ് ഒരു അടി കൊടുത്തേച്ചാ ഞാൻ വിടത്തുള്ളൂ. അതെ, ഈ കട തുടങ്ങിയ ഒരു ഓൺട്രപ്രണറായി, നോട്ട് ഫസ്റ്റ് ടൈം അല്ല, സെക്കൻഡ് ടൈം ആണ്. ഫസ്റ്റ് ട്രിവാൻഡ്രത്തായിരുന്നു. പക്ഷെ ട്രിവാൻഡ്രത്ത് എന്നെ വിളിച്ചല്ലോ, അതുകൊണ്ട് ഞാൻ പറയാം, നല്ല കളക്ഷൻസ് ആയിരുന്നു, എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. പക്ഷെ സെക്കൻഡ് ഷോറൂം എനിക്കറിയത്തില്ല എങ്ങനെയൊക്കെയാണ്, അത് ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. എന്നാ ടൈപ്പ് ഓഫ് സാരീസസ് ഉള്ളതെന്ന് പോലും ഒക്കെ നമ്മൾ റീലിൽ കൂടെയൊക്കെ കാണുന്നത്. ബേസിക്കലി എന്നാന്നറിയാം, ഞാനൊരു കാര്യം പറയുന്നത് വെച്ചാൽ, എന്നോട് ചോദിച്ച ആൾക്കാർ അവരെ ചോദിക്കുന്ന വെച്ചാൽ, സാരി തുടങ്ങിയ കട ഭയങ്കര വിലയായിരിക്കുമോ, സാരിക്കൊക്കെ ഭയങ്കര കത്തിയാണോ, ഐ മീൻ സെലിബ്രിറ്റീസ് മാത്രമേ പോകത്തുള്ളൂ, അല്ല നമുക്കൊക്കെ പോയി മേടിക്കാൻ പറ്റും, അങ്ങനെ ഒരു എന്താ പറയാ, ഒരു സംശയം എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. അതൊന്ന് ആര്യ ഒന്ന് ക്ലിയർ ചെയ്ത്. അത് എനിക്ക് തോന്നുന്നു കോമൺ ആയിട്ട് അത് ഏതൊരു ബിസിനസ്സിലേക്ക് ഒരു നോൺ ഫിഗർ ഇറങ്ങിയാലും ഉള്ളൊരു പ്രശ്നമാണിത്, പ്രത്യേകിച്ച് ഈ ക്ലോത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. എൻ്റെ ഷോപ്പിൽ 800 രൂപ തൊട്ടാണ് സാരീസ് സ്റ്റാർട്ടിങ് റേറ്റ് ഉള്ളത്. 800 തൊട്ട് അങ്ങോട്ടുണ്ട്, ഒരു 2 ലക്ഷം വരെയുള്ള സാരീസ് ഉണ്ട്. ഇതിൻ്റെ ഇടയിലുള്ള എല്ലാ റേഞ്ചും ഉണ്ട്. അപ്പം എല്ലാവർക്കും
അഫോർഡബിൾ ആയിട്ടുള്ളത് അങ്ങനെ വേണമല്ലോ. നമ്മൾ അങ്ങനെയാണല്ലോ ജീവിച്ച് വളർന്നു വന്നത്. അപ്പൊ ആ ഒരു സെയിം ഇതില് തന്നെയാണ് നമ്മള്. അവിടെ സെലിബ്രിറ്റി ഒന്നും ഇല്ല. അവിടെ നമ്മൾ നോക്കുന്നത് കസ്റ്റമേഴ്സിന്റെ റിക്വയർമെന്റ് എന്താണോ അതനുസരിച്ച് ഉള്ളത്. പിന്നെ ഒരു ബേസിക് ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിലും കുറഞ്ഞത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം, പക്ഷെ അവിടെ നമുക്കൊരു ക്വാളിറ്റി പ്രോമിസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇപ്പൊ നിങ്ങളുടെ കടയിൽ ക്വാളിറ്റി പ്രോമിസ് ഇപ്പൊ സ്റ്റാർട്ടിംഗ് ഫ്രം 800 എന്ന് പറയുമ്പോൾ നമുക്ക് ബേസിക്കലി പെട്ടെന്ന് നമ്മൾ 800 രൂപയുടെ ഒരു സാരി അല്ലെങ്കിൽ ഒരു ചുരിദാറോ ഒക്കെ എടുക്കാൻ പോകുമ്പോൾ ബേസ് നടക്കുന്ന ഒരു സാധനമാ 800 രൂപയല്ലേ ഉള്ളൂ നമുക്ക് എടുക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയി എടുക്കും. എടുത്തേച്ച് ചിലപ്പോൾ ഒരു യൂസ് കഴിയുമ്പോഴത്തേക്ക് അതിന്റെ കളർ മുഴുവൻ ചിലപ്പോൾ ഫെയ്ഡ് ആയി പോകും, ചിലപ്പോൾ ബോർഡറിൽ നിന്ന് എടുത്ത് കളർ മുഴുവൻ ബോഡിയിലേക്ക് വരും. ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻ. അപ്പൊ എല്ലാരും പറയും മേടിച്ചു അപ്പൊ കാണാം ഇങ്ങനെ ഇരിക്കും എന്നാണ് അടുത്ത ഡയലോഗ്. ഓക്കെ, അപ്പൊ ഇപ്പം നിങ്ങൾ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്, ഒരു പ്രോമിസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അങ്ങനെ 800 റുപ്പീസിന് ഒരു സാരി എടുത്താൽ ദാറ്റ് ഇസ് വർത്ത് എന്നാണോ അവകാശം? അതായത് ചില സാരീസ് നമുക്ക് അതിനൊരു ആഫ്റ്റർ കെയർ ഉണ്ട്. ആ ആഫ്റ്റർ കെയർ പ്രോപ്പർലി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും. ഹാൻഡ് വാഷ് ചെയ്യാൻ പാടില്ലാത്ത സാരികൾ ഇഷ്ടംപോലെ ഉണ്ട്. ഹാൻഡ് ഡൈ ചെയ്യുന്ന സാരികൾ ഹാൻഡ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കളർ നാച്ചുറലി പോകും. അതങ്ങനെയാണ്. അപ്പം അങ്ങനെയുള്ള സാരീസിനെ മാക്സിമം ഇപ്പൊ ഞങ്ങളുടെ വീവേഴ്സ്, ഞാൻ തന്നെ ഇതൊക്കെ വരുമ്പോൾ ഞാൻ തന്നെ അതിശയിച്ചിട്ടുള്ള കാര്യമാണ്. എൻ്റെ വീവേഴ്സിൻ്റെ അടുത്ത് ഞാൻ ചില ആൾക്കാരോട് ഇത് വാഷബിൾ ആണോ എന്ന് ചോദിച്ച് നമ്മൾ എടുക്കുള്ളൂ. കാരണം നമ്മുടെ അടുത്ത് ചോദിക്കുമ്പോൾ നമുക്ക് മറുപടി പറയും. അപ്പൊ അവര് പറയും സാരിയൊക്കെ എന്തിനാ വാഷ് ചെയ്യണമെന്ന് ചോദിക്കും. അപ്പൊ അവര് പറയണത് അവരുടെ ഒരു ഇതില് സാരീസ് അങ്ങനെ റെഗുലർലി വാഷ് ചെയ്യാൻ പാടില്ല. വൺ ടൈം യൂസ് കഴിഞ്ഞാൽ നിങ്ങളത് സൺലൈറ്റിൽ കൊണ്ടിടുക, വെയിലത്ത് കൊണ്ടിടുക. ഒരു 10-15 മിനിറ്റ് നല്ല വെയിലത്തിട്ടിട്ട് അതിനെ നീറ്റായിട്ട് ഫോൾഡ് ചെയ്ത് കൊണ്ടുവയ്ക്കുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. യു ഡോണ്ട് ഹാവ് ടു വാഷ്. എപ്പോഴും നിങ്ങൾ വാഷ് ചെയ്ത് എന്തിനാണ് ആ സാരീനെ നാശാക്കണം എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ കുറെ ഇങ്ങനെ ഇരുന്ന് അതിങ്ങനെ നമ്മളിവിടെ മറ്റേ കല്ലിലൊക്കെ അലക്കി അങ്ങനെയല്ലേ അങ്ങനെ ഒന്നും ചെയ്യാം. അവര് പറയണേ പിന്നെ ഇനി അത്ര നിർബന്ധമാണ് നിങ്ങൾക്ക് വാഷ് ചെയ്യണമെങ്കിൽ നിങ്ങൾ വളരെ ഡെലിക്കറ്റ് ആയിട്ട് വല്ല ബേബി ഷാംപൂ ഒക്കെ യൂസ് ചെയ്ത് കൈവച്ച് വളരെ ലൈറ്റ് ആയിട്ട് വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യുക. അങ്ങനെയൊക്കെ ഇത് അവരെങ്ങനെ പറയുമ്പോ ഞാനും അതിശയിച്ചു, ഇങ്ങനെയാണോ? പിന്നെ പഠിച്ചു വരുമ്പോഴാണ് ശരിയാണ് ആക്ച്വലി സാരി നമ്മൾ കുഞ്ഞുപിള്ളാരെ നോക്കുന്ന പോലെ തന്നെ അതിനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ്. ഇതിനൊരു ആഫ്റ്റർ കെയർ ഉണ്ട്. അത് ഓരോ ഫാബ്രിക്കിനും വേറെയാണെന്നുള്ളതാണ് അതിന്റെ ഒരു ബേസിക്കലി. ഇപ്പൊ ഞാൻ പറയാം, ആര്യക്ക് ചിലപ്പോൾ ഫാഷനെ കുറിച്ച് അല്ലെങ്കിൽ അതിനെ കുറിച്ച് ആ തുണിയെ കുറിച്ച് ഒക്കെ നല്ലൊരു അറിവുണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ പറയാം പക്ക ഒരു വീട്ടമ്മയാണ്. അപ്പൊ നമ്മൾ ഒരു ചിലപ്പോൾ പോകുമ്പോൾ ഒരു സാരിയുടെ ഒരു ഭംഗി കണ്ടായിരിക്കും എടുക്കുന്നത്. ചിലപ്പോൾ അതിന്റെ ത്രെഡിനെ കുറിച്ച് അറിയത്തില്ല, അതിന്റെ ആ ഒരു സ്റ്റഫിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല, പക്ഷെ നമ്മൾ ഭംഗി കൊണ്ടെടുക്കും. പക്ഷെ അതെങ്ങനെ ഓരോ വീട്ടമ്മ പോയി എടുക്കുമ്പോൾ എങ്ങനെ അതൊക്കെ മാക്സിമം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് ഇതിന്റെ ഒരു പിന്നെ നമ്മൾ ഒരു ആഫ്റ്റർ കെയർ കാർഡ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും നമ്മൾ എഴുതിയിട്ടുണ്ട്, ഒരു സാരി എങ്ങനെ കെയർ ചെയ്യണം എന്നുള്ളത്. എത്ര പേരത് വായിക്കാൻ മെനക്കെടുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് തോന്നി ഇറ്റ്സ് ആ റെസ്പോൺസിബിലിറ്റി അത് വെക്കണം എന്നുള്ളത്. അപ്പൊ അതെല്ലാ കസ്റ്റമേഴ്സിനും നമ്മൾ കടയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാരും വായിച്ചു നോക്കിയാൽ നോക്കണം. ശരിക്കും പറഞ്ഞാൽ ആര്യനെ ഞങ്ങൾക്ക് എല്ലാവർക്കും പരിചയം എങ്ങനെയാണ് ആസ് എ എന്താ പറയുക ഒരു കമ്പയർ ചെയ്തിട്ടുണ്ട്. ഒരു ആങ്കർ ആയിരുന്നു, ആസ് എൻ ആങ്കർ. അത് കഴിഞ്ഞാൽ പിന്നെ എന്താ സീരിയൽസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പോലെ ഷോസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തിട്ട് ആരെയും ഞങ്ങൾക്ക് അങ്ങനെ ഏറ്റവും കൂടുതൽ പരിചയം. അപ്പൊ ഇതിന്റെ ഇടയിൽ ഫാഷൻ ഉള്ളിലേക്ക് എങ്ങനെ കയറി ബേസിക്കലി ഒക്കെ ഒരു നമുക്കൊരു ബേസ് അറിവുണ്ട്. പക്ഷെ അതായിരുന്നു ആര്യയുടെ ഇഷ്ടം ഭാവിയിൽ അങ്ങനെ ഒരു അതായത് ഞാൻ +2 വരെ പഠിച്ചിട്ടുള്ളൂ. എനിക്ക് ഡിഗ്രി ഞാൻ അങ്ങനെ പിന്നെ കോളേജൊന്നും ഞാൻ പോയിട്ടില്ല. അപ്പൊ എനിക്ക് അപ്പൊ ഒരു ഡെസ്ക് ജോബിനുള്ള ഓപ്ഷൻ 200% ഇല്ല. അപ്പൊ ഞാൻ എന്തായാലും പിന്നെ നമ്മുടെ ഇൻഡസ്ട്രി പറയുന്ന പോലെ കയ്യാലപ്പുറത്ത് തേങ്ങയാണല്ലോ, ഒന്നുകിൽ ഇങ്ങോട്ടാണ് അല്ലെങ്കിൽ അങ്ങോട്ടാണ്. ഇത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ഒരിക്കലും സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എന്തെങ്കിലും ഒരു ഇൻകം വരാനായിട്ട് എന്തെങ്കിലും ഒരു സോഴ്സും കൂടി വേണം എന്ന് ഒരു തോട്ട് വരുമ്പോഴാണ് 200% നമുക്ക് ബിസിനസ്സാണ് സെൽഫായിട്ട് നമ്മൾ എന്തെങ്കിലും. അപ്പം നമുക്ക് ഇഷ്ടമുള്ള കാര്യത്തിൽ
കൈ കടത്തുന്നതാണ് ഏറ്റവും സേഫ്. കാരണം നമുക്ക് കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ചെയ്യാൻ ഇഷ്ടം വരണമല്ലോ. ഇതൊരു അതിനോടൊരു ഇഷ്ടം വരണം. ഡെയിലി ഇടുന്ന എഫേർട്ട് അല്ലേ, നമ്മൾ ഇത്രയും ടൈമും ഇത്രയും കാര്യങ്ങളും ഇതിലേക്ക് പുട്ടിൻ ചെയ്താലേ അതിനുള്ള റിസൾട്ട് തിരിച്ചും കിട്ടുള്ളൂ. അത് ചെയ്യാൻ മനസ്സ് വരുന്ന ഒരു മേഖലയിൽ കൊണ്ട് കൈവച്ചിട്ടേ കാര്യമുള്ളൂ. അപ്പൊ എനിക്ക് അങ്ങനെ ഇഷ്ടമുള്ള ഒരു സംഭവം സാരി ബേസിക്കലി ഞാൻ അങ്ങനെ സാരി ഉടുക്കണ ആളല്ല, പക്ഷേ എനിക്ക് സാരി ഭയങ്കര ഇഷ്ടമാണ്. അത് ഉടുത്ത് വരുമ്പോൾ ആൾക്കാരെ ഉടുത്ത് വരുമ്പോൾ കാണുന്ന ഇഷ്ടമാണ്. വെറുതെ സാരികളുടെ വീഡിയോസ് ഇരുന്ന് കാണുന്നത് എനിക്കിഷ്ടമാണ്. അങ്ങനെ കണ്ടിട്ടാണ് എനിക്ക് സാരിനോടുള്ള ഇഷ്ടം കൂടിയിട്ടാണ്. പ്രത്യേകിച്ച് പട്ടുസാരി, കാഞ്ചീപുരം പട്ടുസാരി ഭയങ്കര ഒരു ഫാസിനേഷനാണ്. അതിന്റെ പേരിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സാരിയുടെ ബ്രാൻഡ് ലോഞ്ച് ചെയ്യുന്നതും. അങ്ങനെയാണ് കാഞ്ചീപുരം ഞാൻ ശരിക്കും പറഞ്ഞാൽ ലോഞ്ച് ചെയ്യുന്നത്. പക്ഷെ പിന്നെ ഇത് തുടങ്ങി കഴിഞ്ഞപ്പം ഗ്രാജുവലി നമ്മൾ കുറേ പുതിയ കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കുന്നു. ഈ പറയുന്ന പോലെ ഒന്നും അറിയില്ലായിരുന്നു, എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഒരു പട്ട് വീവ് ചെയ്യുന്നത് എങ്ങനെ, അല്ലെങ്കിൽ അത് വീവ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്തുകൊണ്ട് കാഞ്ചീപുരം പട്ടുസാരികൾക്ക് ഇത്രയും വില വരുന്നു, ഇതെല്ലാം പഠിച്ചത് ഇത് തുടങ്ങി കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പൊ ആക്ച്വലി ഈ ബ്രൈഡ്സിനൊക്കെ നമ്മൾ സാധാരണ സാരീസ് കൊടുക്കുമ്പോൾ അവർക്ക് ശരിക്കും നമ്മൾ വൺ ടൈം യൂസ് ആണ്, നമ്മൾ അങ്ങനത്തെ ആണോ പ്രൊവൈഡ് ചെയ്യുന്നത്, അതല്ല അവർക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന? എല്ലാവരോടും പറയും, നിങ്ങൾ ഏത് സാരി പർച്ചേസ് ചെയ്താലും അതൊരു വൺ ടൈമിൽ ഒതുക്കാതിരിക്കാൻ മാക്സിമം നോക്കുക. ചിലര് കല്യാണത്തിന് ഉടുത്ത സാരിയാണ് നമ്മൾ വേറെ ഫംഗ്ഷന് ഉടുക്കരുത്, അങ്ങനെ സൂക്ഷിക്കണം, അങ്ങനെ വെക്കുന്നവരുണ്ട്. എന്നാൽ അതല്ലാതെ രണ്ട് ടൈപ്പ് കസ്റ്റമേഴ്സ് വരാറുണ്ട്. ചിലരിങ്ങനെ ചോദിച്ചിട്ട് വരും, എന്റെയും ഹസ്ബൻഡിന്റെയും ഫേസ് വീവ് ചെയ്ത് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്, മറ്റേ പല്ലൂല് കല്യാണത്തിന് അതുണ്ടല്ലോ, അത് നമുക്ക് വേണമെങ്കിൽ അവരുടെ ഫേസും ഒരു ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ട്. അത് ചെയ്തിട്ടുള്ള സെലിബ്രിറ്റീസ് ഒക്കെ ഉണ്ട്. അവരുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഫേസ് നമ്മുടെ മുന്താണിയിൽ വീവ് ചെയ്ത് വരുന്ന അങ്ങനത്തെ, അത് ഭയങ്കര ട്രെൻഡിങ് ആണ്. ഒരു സമയത്തായിരുന്നു, ഇപ്പൊ അങ്ങനെ അധികാരം ചെയ്ത് കാണാറില്ല. പക്ഷെ ഇങ്ങനെ ചോദിച്ചു വരുന്നവരുണ്ട്. പക്ഷെ എനിക്ക് കസ്റ്റമൈസേഷൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാം, ആ പരിപാടി എനിക്ക് ഉള്ളത് തരാം എന്ന് പറയും. അപ്പൊ അവര് പിന്നെ വാങ്ങിയിട്ട് പോയിട്ട് ഇതില് ഈ നമ്മുടെ ഈ ബോർഡർ ഇല്ലേ, അതില് ഫുള്ള് ഹാൻഡ് വർക്ക് ചെയ്ത് അവരുടെ പേര്, ഡേറ്റ് ഇതെല്ലാം ചെയ്ത് വെക്കുന്ന ആൾക്കാർ. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താ വെച്ചാല്, ഇത് നമുക്ക് വേറൊരു ഫംഗ്ഷന് ഉടുത്തോണ്ട് പോകാൻ പറ്റില്ല. ഇതൊക്കെ ഇങ്ങനെ കിടക്കും ഇവിടെ. ഇന്ന പേരും രാജേഷ് വെഡ്സ് റീന എന്ന് പറഞ്ഞ് ഡേറ്റ് ഒക്കെ കിടക്കും. ഇതെങ്ങനെ നമ്മൾ വേറെ എവിടെയെങ്കിലും ഉടുത്തോണ്ട്? സോ അതിന് വേണ്ടിയിട്ട് സൂക്ഷിച്ചു വെക്കാൻ, അതൊരു മെമ്മറി അല്ലെങ്കിൽ ആ ഒരു പീസ് അങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന ആൾക്കാരുമുണ്ട്. പിന്നെ വരുന്ന വേറൊരു കാറ്റഗറി, ഒറ്റ ദിവസത്തെ പരിപാടിയേ ഉള്ളൂ, അതുകൊണ്ട് വളരെ ചെറിയ പൈസയുടെ എന്തെങ്കിലും കിട്ടിയാൽ മതി, എന്നാ കാണാൻ ലുക്കായിരിക്കണം, അങ്ങനെ വരുന്നവരുമുണ്ട്. പിന്നെയുള്ള തേർഡ് കാറ്റഗറിയാണ് എനിക്കിഷ്ടം. അവര് വരുന്നതെന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം ഉടുക്കുള്ളൂ, പക്ഷെ എന്നാലും പട്ട് മതി, വേറെയും ഒക്കേഷൻസിന് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളത്. അത് എനിക്ക് അങ്ങനെ പറയുമ്പം ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പൊ ചിലര് നമ്മൾ അതിന്റെ തന്നെ ബ്ലൗസ് കട്ട് ചെയ്ത് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം, ആ ബ്ലൗസ് പിന്നെ നമ്മൾ ഉപയോഗിക്കില്ല. ഇത്രയും കല്ലും ഒക്കെ വെച്ച് സാധനം നമ്മൾ ചിന്തിക്കൂ 10 പ്രാവശ്യം ഇതെങ്ങനെ ഇട്ടു ഇതിന്റെ. അപ്പൊ ഞാൻ എപ്പോഴും വരുന്നവരുടെ അടുത്ത് പറയും, ഈ ബ്ലൗസ് നിങ്ങൾ വേറെ സ്റ്റിച്ച് ചെയ്ത് വെക്ക്, അതായത് നോർമലി സ്റ്റിച്ച് ചെയ്ത് വെക്ക്. ഈ കല്യാണ ദിവസം ഇടാൻ വേണ്ടിയിട്ട് ഇതേ കളറിൽ സിൽക്കിന്റെ തുണി എടുത്തിട്ട് അതിലെന്ത് വേണോ ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്ത് ഗ്രാൻഡായിട്ട് ഇട്ടോ. അതാവുമ്പോ പിന്നീട് ഒരു ഒക്കേഷന് ആ ഒറിജിനൽ ബ്ലൗസിന്റെ കൂടെ ഈ സാരി ഉടുക്കാം, പിന്നെയും നിങ്ങൾ യൂസ് ചെയ്യും. ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ചിലർക്ക് അത് ഓക്കെ ആണ്, ചിലര് പറയാം അതെങ്ങനെയാ അതിന്റെ ബ്ലൗസ് തന്നെ അങ്ങനെയും പറയും. സോ ഇതെല്ലാം ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് ആണ്, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പൊ ആര് ഇപ്പം വലിയ ഓൺട്രപ്രണർ ആയി, പക്ഷെ ഞങ്ങൾക്ക് ഇനി കുറച്ച് പുറകോട്ട് പോയാല് ഫസ്റ്റ് അമൃത ടിവിയിലാണ് ഫസ്റ്റ് യുവർ എൻട്രി അല്ലേ? അതെങ്ങനെയിലേക്ക് വന്നേ? ഞാന് ആ സമയത്ത് ഞാൻ മോഡലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് ഒരു ടൈമായിരുന്നു. ജസ്റ്റ്
അതായത് ഈ ഫീൽഡിൽ വരണം എന്ന് ആഗ്രഹിച്ചിട്ട് മോഡലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. ആക്ടിങ് ഇഷ്ടം അൾട്ടിമേറ്റ്ലി അതായിരുന്നു എൻ്റെ aim. വലിയ സ്ക്രീനിൽ വലിയ സിനിമാ നടിയായിട്ട് വരണം എന്നുള്ളതൊക്കെ ആയിരുന്നു പണ്ട് തൊട്ടേ ഉള്ള ആഗ്രഹം, ചെറുതു തൊട്ടേ ഉള്ള ആഗ്രഹം അതാണ്. അപ്പം ഈ കുഞ്ഞു കുഞ്ഞു പ്രൈവറ്റ് ഷോസ് ഒക്കെ കോമ്പയർ ചെയ്യുക അങ്ങനത്തെ ഒരു ഇതിൽ നിൽക്കായിരുന്നു. അപ്പം ഈ നമ്മുടെ GS വിജയൻ സാറിന്റെ ഒരു സീരീസ് ആ സമയത്ത് ഭയങ്കര ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുക, അമൃതയില് ഓഫീസർ. അത് ഓരോ ദിവസവും ഓരോ കഥയാണ്. അപ്പൊ ആ സമയത്ത് നടന്നുകൊണ്ടിരുന്ന ഷെഡ്യൂളില് ഒരു കഥയിൽ ഇതുപോലെ ഇങ്ങനെ കുറച്ച് ഒരു ടീനേജ് അല്ലെങ്കിൽ ആ ഒരു യങ് ആയിട്ടുള്ള പെൺകുട്ടികളുള്ള ഒരു സ്റ്റോറി ആയിരുന്നു. അപ്പൊ അതിലേക്ക് കാസ്റ്റിംഗ് ചെയ്തുകൊണ്ട് നടക്കുകയാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫോട്ടോ ഈ പറഞ്ഞ പോലെ എൻ്റെ എക്സ് സിസ്റ്റർ ഇൻ ലോ സമയത്ത് സീരിയലിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ കൺട്രോളർ വഴി പാസ് ചെയ്ത് എത്തുന്നു. ഓക്കെ മതി, കുട്ടി മതി എന്ന് പറഞ്ഞ് GS വിജയൻ സാർ എന്നെ അതിൽ കാസ്റ്റ് ചെയ്യുന്നു. അതാണ് എൻ്റെ ഫസ്റ്റ് സീരിയൽ. അതായത് ഞാൻ അഭിനയിക്കുന്നത് ഒരു സ്ക്രിപ്റ്റ് ഡയലോഗ് ഒക്കെ ആയിട്ട് ഫസ്റ്റ് ഞാൻ അഭിനയിക്കുന്നത്. ഓഫ്കോഴ്സ്, ബിക്കോസ് ഇഷ്ടമുണ്ട്, പക്ഷെ നെവർ ഫേസ്ഡ് ക്യാമറാസ്. ഈ ഇങ്ങനെ ഒരു സെറ്റപ്പ് ആദ്യമല്ലേ, ക്യാമറ ഇരിക്കണു, ഡയറക്ടർ സാർ ഇരിക്കുന്നു, ഇത്രയും ലൈറ്റ്സ് ഒന്നും വേണ്ട, ഈ സ്ക്രിപ്റ്റും ഡയലോഗും തന്നെ ആദ്യമാണ്. അപ്പം എന്നോട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് പ്രോംപ്റ്റ് ചെയ്യണമെന്ന്. എനിക്കറിയില്ല എന്താ സാർ സാധനം, ഇതൊക്കെയാ ഞാൻ ചോദിക്കണം. അപ്പൊ എനിക്കിതൊക്കെ കൊണ്ടുവരുമ്പോ ഞാൻ ഇരുന്ന് കാണാതെ പഠിക്കുക ഡയലോഗ്. അപ്പൊ എനിക്ക് പ്രോംപ്റ്റിംഗ് ഉണ്ടെന്നൊന്നും അറിയില്ലല്ലോ, തെറ്റാൻ പാടില്ല. ഓപ്പോസിറ്റ് അഭിനയിക്കുന്നത് അന്ന് അതില് കിഷോറേട്ടനാണ് അതില് മെയിൻ പോലീസ് ഓഫീസർ. അപ്പോൾ കിഷോറേട്ടൻ ഇവരൊക്കെ നമുക്കറിയാം, ഇവരൊക്കെ നമ്മൾ കുറെ TV കണ്ടിട്ടുണ്ട്. സോ ആ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര ഈസി ആയിട്ട് പോയി. കുഴപ്പമില്ലാതെ നമ്മളെ വിചാരിച്ച അത്രയും പേടി ഒന്നുമില്ലായിരുന്നു. മോക്ക് ഇഷ്ടമാണോ അങ്ങനെയൊക്കെ അഭിനയിക്കാനും? ഇഷ്ടല്ല ക്യാമറ ഫേസിങ് ഇഷ്ടം. പക്ഷെ റീലിലൊക്കെ എന്ത് രസമായിട്ടാ ഡാൻസ് പിടിച്ചിരുത്തി ഞാൻ ചെയ്യിപ്പിക്കണതാ. പ്ലീസ് എന്റെ കൂടെ ഒന്ന് ഡാൻസ് കളിക്കും. സ്മാർട്ട് ആട്ടോ മോള്. ആള് ഭയങ്കര ഒരു എന്താ പറയാ, ഭയങ്കര ഒരു സൈലന്റ്. ചേച്ചിക്ക് അറിയാമല്ലോ, കുറച്ച് മിണ്ടാനൊക്കെ കുറച്ച് പാടാള്. സൈലന്റ്, കുറച്ച് ഇൻട്രോവേർട്ട് ആണ്. അമ്മ അങ്ങനെയല്ല, അമ്മ നേരെ എല്ലാരും ഇത് പറയും. കൊച്ചിനെ അങ്ങനെ പേരിട്ട് ഒരു ഡിഫറെന്റ് റോയ ഇസ് ആക്ച്വലി ഞങ്ങൾ ഈ പേരിടുന്നത് അവളുടെ അച്ഛന്റെ പേര് രോഹിത് ആണ്. രോഹിത്തിന്റെ ആര്യയുടെ ദാറ്റ് ഇസ് റോയ. അപ്പൊ ഞങ്ങൾ ആദ്യം ഇത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഈശ്വര ഇതിന്റെ അർത്ഥം ചോദിച്ചാൽ ഇനി എന്ത് പറയും എന്നൊക്കെയുള്ള ഒരു പിന്നെ ഈ ഹിന്ദിയില് രോയ അത് രോയാട്ടോ, രോയ എന്ന് പറഞ്ഞാൽ കരയുക എന്നാണല്ലോ. അപ്പൊ അതൊക്കെ കുറെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനി ആരെങ്കിലും കൊച്ചിന് ഇങ്ങനെ പേരിടുവോ, ഞാൻ കറക്റ്റ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യണം. ഇറ്റ്സ് റോയ ആണ്, രോയ അല്ല. ഇത് രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. റോയ പിന്നെ ഞങ്ങള് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോ റോയ ഇസ് ആക്ച്വലി എ ഗ്രീക്ക് വേർഡ്. ആ വേർഡിന്റെ അർത്ഥം ഡ്രീം കം ട്രൂ എന്നാണ്. അങ്ങനെയും കൂടെ വന്നപ്പോ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇത് പറഞ്ഞ പോലെ ഒരു ആക്ട്രസ് ആയി. അത് കഴിഞ്ഞ് കോമ്പയർ ചെയ്യാൻ കയറി. പിന്നെ ദാറ്റ് ഇസ് ക്വൈറ്റ് ഡിഫറെന്റ് അല്ലേ. സ്റ്റേജിനെ നമ്മൾ കംപ്ലീറ്റ് കയ്യിലെടുക്കണം, നമ്മൾ അവരെ എന്റർടൈൻ ചെയ്യണം. ഇതൊക്കെ ശരിക്കും ആസ് എൻ ആര്യ, അതായത് ആര്യ എന്ന് പറയുന്ന ക്യാരക്ടറിലാണോ ഇങ്ങനെ വന്നത്, അതോ എന്തെങ്കിലും മേക്ക് ഓവർ, ചേഞ്ച് ഓവർ അങ്ങനെ എന്തെങ്കിലും? ഒന്നും ഈ ഒരു കംപ്ലീറ്റ് ജേർണിയില് ഒരു കൈൻഡ് ഓഫ് പ്രിപ്പറേഷൻസോ അല്ലെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല. ഇറ്റ് വാസ് ഓൾ നാച്ചുറലി മീ. എനിക്ക് തോന്നുന്നു ആകപ്പാടെ കുറച്ചൊരു ഒരു കോൺഷ്യസ് എഫേർട്ട് ഇട്ടിട്ടുള്ളത് ബഡായി ബംഗ്ലാവിന്റെ സമയത്താണ്. ദാറ്റ് ഈസ് ബിക്കോസ് എനിക്ക് കോമഡിയുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്ത ആളാണ്. പക്ഷെ എന്നെ കാസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ എന്നെ കാസ്റ്റ് ചെയ്യുന്നത് ഇവരെല്ലാരും കൂടിയാണ്. ഡയാന ചേച്ചി, പിഷു, ഇവരെല്ലാരും കൂടി. അപ്പൊ ഇവര് തന്നെ പറയുന്നുണ്ട് നാച്ചുറലി ഉണ്ട്, കുറച്ച് പണിയുടെ ആവശ്യമുണ്ട്. ആ പണി ഓവർ ആ ഒരു 5 years പീരീഡിൽ കറക്റ്റ് ആയിട്ട് എന്നെ മോൾഡ് ചെയ്തെടുത്തു എന്നുള്ളതാണ്. ഇപ്പൊ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു കാര്യം. എപ്പോഴും രമേശ് ഏട്ടൻ പറയും, നമ്മൾ ഈ
ഇനിഷ്യലി ചെയ്യുമ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എപ്പിസോഡൊക്കെ ഇപ്പോഴും ഉണ്ടെങ്കിൽ എടുത്തു നോക്കിയാൽ അറിയാം ഭയങ്കര ഡാൻസാ എനിക്ക്. സംസാരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കൈയൊക്കെ എടുത്തിട്ട് ഭയങ്കരമായിട്ട്. അപ്പം രമേശ് ചേട്ടനാണ് അത് കറക്റ്റ് ചെയ്തതെന്ന്. രമേശ് ചേട്ടൻ പറഞ്ഞു, നീ കൈ എടുത്ത് സംസാരിക്കുന്നത് നിനക്ക് കുറച്ച് ജാസ്തിയാണ്, നീ ചിലപ്പോൾ നീ ഭയങ്കര നർത്തകിയാ, ഇങ്ങനെ പറഞ്ഞു തരുള്ളൂ, നീ ഭയങ്കര നർത്തകി ആയതുകൊണ്ടായിരിക്കും. പക്ഷെ അതിനൊരു കുഴപ്പമുണ്ട്, അത് ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ട് ഫീൽ ചെയ്യും. ആ നാച്ചുറൽ സാധനം വരണമെങ്കിൽ നീ അതൊന്ന് കൺട്രോൾ ചെയ്യണം. അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ കോൺഷ്യസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ മോഡുലേഷൻ, നമ്മൾ പറയുന്ന കോമഡിക്ക് ഓരോ കൗണ്ടറിനും ഓരോ മോഡുലേഷൻ ഉണ്ട്. ആ മോഡുലേഷനിൽ ആ കൗണ്ടർ പറഞ്ഞില്ലെങ്കിൽ ആരും ചിരിക്കൂല. അപ്പൊ എനിക്കത് ഇനിഷ്യലി വരില്ലായിരുന്നു. ഞാൻ എല്ലാം ഒരേ നമ്മള് സീരിയലിൽ നിന്നല്ല, എല്ലാം ഏതാണ്ട് ഒരേ മോഡുലേഷനിൽ പറഞ്ഞു പോവുമായിരുന്നു. അപ്പൊ അതും അന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ സുമേഷ് ചേട്ടൻ, ബിബിൻ ചേട്ടൻ, ഇവരൊക്കെയാണ് അന്ന് വടയുടെ സ്ക്രിപ്റ്റ്. ഇപ്പം സുനീഷ് ചേട്ടൻ എപ്പോഴും വന്നിട്ട് എൻ്റെ അടുത്ത് പറയും, നീ മോഡുലേഷൻ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, നീ ആ മോഡുലേഷൻ കറക്റ്റ് ആയിട്ട് പിടിച്ചില്ലെങ്കിൽ ചിലപ്പോൾ പിന്നെ അത് സെറ്റായി. ഇനിയിപ്പോ ഫിലിമിലേക്കുള്ള എൻട്രീസ് അങ്ങനെയോ, ഫിലിമിലുള്ള ക്യാരക്ടേഴ്സ്? ഫിലിം ആണ് ഇപ്പൊ ഞാൻ ലാസ്റ്റ് ചെയ്തത് ഐഡന്റിറ്റി ചെയ്തു, അതുപോലെ മച്ചാന്റെ മാലാക ചെയ്തു. ഇത് രണ്ടുമാണ് ഞാൻ ലാസ്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ഞാൻ കണ്ടു മച്ചാന്റെ മാലാക. നീ എന്നതിനാടി എന്റെ ഭർത്താവിനെ തല്ലിയെന്നൊക്കെ ചോദിക്കുന്നത് നല്ല രസമുണ്ട് കേട്ടോ. ആക്ച്വലി നമ്മുടെ കൽപ്പനയിച്ച് ചെയ്ത പോലത്തെ ഒക്കെ ക്യാരക്ടേഴ്സ് കിട്ടുവാണെങ്കിൽ ആർക്ക് ചെയ്യാൻ പറ്റില്ലേ? 200% എനിക്ക് ഇഷ്ടമാണ്. ഇപ്പൊ എന്നെ മച്ചാന്റെ മാലാകയിലൊക്കെ ബോബൻ ചേട്ടൻ വിളിക്കുന്നത് തന്നെ അങ്ങനെയാ. അതായത് നീ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, ഇത് കോമഡി അല്ല, പക്ഷേ കോമഡിയാണ്. പക്ഷേ അത് കോമഡി എന്ന് വെച്ചാൽ നീ യൂഷ്വലി നിന്നെ ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്ന സാധനം അല്ല. പക്ഷേ ഒരു ഭയങ്കര ഒരു വെകിളി പിടിച്ച ഒരു ഭാര്യയാണ് നീ, ഭയങ്കര പൊസസീവ് ആയിട്ടുള്ള വെകിളി പിടിച്ച് നിന്നെ കൊണ്ട് പറ്റും, നീ ചെയ്യും അതെന്ന് പറഞ്ഞിട്ടാണ് ബോബൻ ചേട്ടൻ എന്നെ ഇതിൽ കാസ്റ്റ് ചെയ്യുന്നത്. ആക്ച്വലി ശരിക്കും പറഞ്ഞ ഒരു വിമൻ സ്ട്രോങ് ആകുക എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ ഒരു വലിയൊരു എക്സാമ്പിൾ ആണ് അല്ലെ? ശരിക്കും ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഞാനായാലും ശരി ആരെയാലും നമ്മൾ ഭയങ്കര ഓപ്പൺ ആയിട്ട് പറഞ്ഞു, നമ്മൾ 12th വരെ പോയിട്ടുള്ളൂ, 12th കഴിഞ്ഞ് നമ്മൾ പഠിച്ചിട്ടില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് 200% നമ്മുടെ ഒരു എന്താ പറയാ ഫുൾ ഇടാൻ പറ്റുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഒരു മേഖലയിലാണ് അല്ലെ? ഇപ്പൊ പഠിച്ചിട്ടില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്ന ഒത്തിരി പ്രേക്ഷകരുണ്ട്. അവർ ഈ പറഞ്ഞ പോലെ ഞാൻ അടുക്കളയിലേക്ക് ജീവിക്കേണ്ട വ്യക്തിയാണ്, എനിക്ക് ഇത്രയും ഇഷ്ടങ്ങളുണ്ട്, പക്ഷെ അതെനിക്ക് എത്താൻ പറ്റുന്നില്ല, എനിക്ക് പഠിപ്പില്ലാത്തോണ്ട് അതൊക്കെ വെറുതെയാണ്. ഇപ്പൊ പ്രൂവ്ഡ് ആണ്. കാര്യം കുറെ പ്രേക്ഷകർ ഇങ്ങനെ വന്ന് എന്നോട് പറയുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ അറിവുകൊണ്ടാണ് ഞാനിപ്പോ ഈ പറയുന്നത്. പക്ഷെ അവരോടൊക്കെ ഞാൻ പറയാം ഫുൾ കോൺഫിഡൻസ്, ഞങ്ങളൊക്കെ പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റും. ഈവൻ ചിലപ്പോ നമ്മൾ ചെയ്യുന്നത് ഒരു ചെറിയ കാര്യം ഉണ്ടാവും, ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ 10 പൈസ ഉണ്ടാക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യം. അതിൽ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനും ഒരു മനസ്സമാധാനം ഉണ്ടല്ലോ. സത്യം. ഒന്നും വേണ്ടടാ, നമ്മളൊരു കച്ചവടം നടക്കുവാണെങ്കിലോ എന്നതാണെങ്കിലും നമ്മുടെ പ്രയത്നം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു എഫേർട്ട് ഇട്ട് നമ്മൾ അതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ട് ഒരു 10 രൂപ നമ്മുടെ കയ്യിൽ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം, നോട്ട് ടു മച്ച്. 1 ലക്ഷം രൂപ എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. ഒരു സാരി കൊടുത്താലും ഒരു 10 രൂപ ലാഭം കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അല്ലെ? ഇന്നതേ പറ്റുള്ളൂ, ഇത്രേ ഇല്ലെങ്കിൽ പറ്റില്ല എന്നുള്ളൊരു ചിന്ത വരാം. നമ്മൾ ഇത്രയും തുടങ്ങി വലുതായിട്ട് വലിയൊരു ഓൺട്രപ്രണർ ആവുക. ഇറ്റ്സ് എ ഗുഡ് എക്സാമ്പിൾ. സ്ട്രോങ് വിമൻ ആണ്. ഞാൻ ഇന്നതാണെന്ന് മറച്ചു വെച്ച് സംസാരിക്കുന്ന ഒരു സ്ത്രീയല്ല. ബാക്കിയുള്ളവർക്ക് സംസാരിക്കുമ്പോൾ അവർക്കൊരു പ്രചോദനം ഉണ്ടാവട്ടെ, നമ്മളാൽ കഴിയുന്ന ഒരു ഹെൽപ്പ് അങ്ങനെ ചെയ്യാനൊക്കെ ഉള്ളൂ. അത് ആവട്ടെ എന്നുള്ളൊരു നല്ലൊരു മനസ്സോടെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാ. ആ നല്ല മനസ്സുള്ള ഒരു വ്യക്തി എന്നാ ചെയ്യുന്നത് ഇന്ന് എന്നോട് കൊഞ്ച പറഞ്ഞത്. കൊഞ്ച് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അതിന്റെ ഒരു വെപ്രാളം നോക്കിയേ. എനിക്ക് പ്രോൺസ് ഭയങ്കര ഇഷ്ടമാണ്. വേറെ ഞാന് ഫിഷ് പൊതുവെ കഴിക്കുന്ന കുറവാണ്, പക്ഷെ പ്രോൺസ് എനിക്ക് ഭയങ്കര ഇഷ്ടം. പ്രോൺസ് ഇഷ്ടമാണ്, കണവ ഇഷ്ടമാണ്, പിന്നെ മറ്റേ മുള്ളു വരാത്ത സാധനങ്ങൾ, മെനക്കെടാത്ത സാധനം, നെമ്മീൻ. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താ പറയുക, എന്റെ അമ്മ ഒരു നമ്മുടെ മത്തി പൊരിക്കും. അത് ഈ ചെറിയ മത്തിയാ, നല്ല മസാല ഇട്ടിട്ട് നല്ല ഡീപ് ഫ്രൈ ചെയ്യും, അതിൽ മുള്ളു പോലും സുഖമായിട്ട് കഴിക്കാൻ പറ്റും. സത്യാട്ടോ. ആര്യൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തവരാണ്. ഇപ്പം ഈ ഒരു കാഞ്ചീവരം എന്ന് പറയുന്ന ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി എനിക്കൊരു പുഷ് തന്നത് എന്റെ എക്സ് ആണ്.
എക്സ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, ആളാണ്. ആ സമയത്ത് എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, ആ മനുഷ്യനാണ്. ദിസ് മാൻ വാസ് ഓൾറെഡി എ ബിസിനസ് പേഴ്സൺ. അപ്പൊ അയാൾ ഒറ്റ ഇത് ആലോചിച്ചോണ്ടിരുന്ന് ഇവിടെ ഇരിക്കുള്ളൂ, ചെയ്യണോ വേണ്ടയോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിപ്പോ എങ്ങനെ ചെയ്യാനാ, നാളെ നമ്മൾ കാഞ്ചീപുരത്തേക്ക് പോകുന്നു, എന്താ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല. അങ്ങനെ പോയതാ. അതാണ് ഇരിപ്പിന് റാൻഡം ഹീ സെഡ് കം ബാ പോവാം എന്ന് പറയുന്നു. വീവേഴ്സിനെ തപ്പി ഞാൻ തന്നെ 2-3 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു, നേരെ കാഞ്ചീപുരത്ത് പോകുന്നു, അവരോട് സംസാരിക്കുന്നു, ഇതാണ് പ്ലാൻ. എന്റെ പ്ലാനൊക്കെ പറഞ്ഞു, എല്ലാം പ്ലാനൊക്കെ അവരോട് പറഞ്ഞപ്പോൾ അവര് സപ്പോർട്ട് ചെയ്തു. വീവേഴ്സ് പറഞ്ഞു ഓക്കെ മാഡം നിങ്ങൾ സൊല്ലുങ്ക എത്ര പീസ് വേണം உங்களுக்கு കൊടുത്തിട്ടെന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ച് അവരുടെ അടുത്തുനിന്ന് സാധനം എടുത്തോണ്ട്, അതാ ഞാൻ പറഞ്ഞു ആദ്യത്തെ ആ ഒരു 15 പീസും കൊണ്ടാണ് ഞാൻ തിരിച്ചു വരുന്നത്. എന്റെ ആ ഫസ്റ്റ് അത് തന്നെ വലിയൊരു എക്സാമ്പിൾ. നേരത്തെ എല്ലാ സ്ത്രീകളും ഇങ്ങനെ തന്നെയാ അല്ലെ. നമ്മളിപ്പോ ഒരു ബിസിനസ് വലുതാക്കുക എന്ന് പറയുന്നതും വലിയൊരു റിസ്ക് ആണ്. ഇറ്റ്സ് എ ഹ്യൂജ് റിസ്ക്. ബിസിനസ് റിസ്ക് ആണ്. അപ്പൊ ഈ റിസ്കിലും എന്നെ ബാക്ക് ചെയ്യുന്നത് ഒരു 3 ആണുങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ മൈ കോർ ടീം എന്ന് പറയുന്നത് 3 ആണുങ്ങളാണ്. വൺ ഇസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് സിബിൻ ആണ് എൻ്റെ കമ്പനിയുടെ CFO. എൻ്റെ മാനേജ്മെന്റും അക്കൗണ്ട്സും എല്ലാം അവൻ്റെ കയ്യിലാണ്. സെക്കൻഡ് ഇസ് എൻ്റെ ഓൺലൈൻ ടീമിൻ്റെ ഹെഡ് സമീറാണ് എൻ്റെ ഓൺലൈൻ ഫുള്ള് നോക്കുന്നത്. തേർഡ് ഇസ് മൈ ബ്രദർ അഖിൽ, ബ്രദർ ഇൻ ലോ ആണ്, അനിയത്തിയുടെ ഹസ്ബൻഡ്. അവനാണ് ഫുൾ കട മാനേജ് ചെയ്യുന്നത്. ഈ 3 പേരില്ലെങ്കിൽ ഇതും ഒരു എക്സാമ്പിൾ ആണ്. നമ്മുടെ കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഈ അടച്ചു വെക്കുന്ന പരിപാടി പിന്നെ ആലോചനയൊക്കെ പിന്നെ നടക്കും. അതൊരു റിസ്ക് എടുക്കാനും ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടെങ്കിൽ പിന്നെ എന്നാ ചെയ്യാൻ അല്ലെ. കൊഞ്ചു വേണം പറ്റും, കൊഞ്ച് വേണം. കൊച്ചു വർത്താനം പറഞ്ഞ് തളർന്ന് ചേച്ചി എനിക്കൊരു തുള്ളി ചോറ് തരുന്നു. മണം അടിച്ചിട്ട് ഇവിടെ ഇരിക്കാനും പാടില്ല. പാസ്ത സാലഡ്. ഇനിയിപ്പൊ ഹെൽത്ത് കോൺഷ്യസ് ഒക്കെ ആണെങ്കിലോ എന്ന് വിചാരിച്ചു ഞാൻ സൈഡിലോട്ട് വെക്കാം. ഇഫ് യു ലവ് യു ക്യാൻ ഹാവ്. ചോറും കൊഞ്ചുള്ള ഞങ്ങളുടെ ടേബിൾ കുറച്ച് ഡെക്കറേറ്റീവ് ആയിരിക്കും, അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി ഒരു ആർഭാടത്തിലൊക്കെ ഇരുന്ന. പക്ഷെ നിറവ് കിട്ടുന്ന എവിടെയുള്ളൂ. ചേച്ചി കഴിക്കണില്ലേ? ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം. ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചാൽ എങ്ങനെ ഇരിക്കും? പക്ഷെ എനിക്ക് സോറി കേട്ടോ, എനിക്ക് ചേച്ചി ഇനി എന്ത് വിചാരിച്ചാലും ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചാലും എനിക്കതൊരു വിഷയമല്ല. ഞാൻ കഴിച്ചോളാം ചേച്ചി. ദാറ്റ് ഈസ് ഇറ്റ് അല്ലേ. ഇനി മിണ്ടാ ഉദ്ദേശമില്ലല്ലോ അല്ലേ? ഇത് ബാക്കി വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ? പിന്നെ ഞാൻ ഫുൾ അങ്ങ് തന്നേക്കാം. ഓക്കെ. അപ്പൊ ആര്യ ഇനി അധികം സംസാരിക്കും തോന്നുന്നില്ല. എനിവേ ആര്യ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച് ഫോർ ദിസ്. ആര്യ വന്നു, നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു. ആര്യ അതിന്റെ കൂടെ നമ്മളെ കുറെ സ്ത്രീകളെ കുറെ എന്താ പറയാ മോട്ടിവേറ്റഡ് ആയി. അതെല്ലാം നമ്മളിങ്ങനെ ഈ പറഞ്ഞ പോലെ അതിന്റെ കൂടെ പോണം കേട്ടോ. മടക്കി വെക്കുക എന്നുള്ള ഒരു ചരിത്രം ഇനിയില്ല. ഇറങ്ങൂ, പറ്റുന്നിടത്തോളം നമുക്ക് ചെയ്യാം. നമ്മുടെ കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ എന്നാ പേടിക്കാനാ. നിൽക്കുന്ന ആൾക്കാർ ഭയങ്കര സിൻസിയർ ആയിരിക്കണം. അത് മാത്രം നമ്മൾ നോക്കുക. വേറെ നമ്മളെ പറ്റിച്ചിട്ട് പോകുന്ന ആൾക്കാരായിരിക്കരുത്. നമ്മുടെ കൂടെ എന്നും കൂടെ നിൽക്കുന്ന ആളാണെങ്കിൽ ഗോ ഹെഡ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ആനീസ് കിച്ചൺ എന്ന് പറയുന്ന ഷോ കാണുമ്പോൾ ഇങ്ങനെ കുറച്ച് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വരികയും നമ്മളെ എന്താ പറയാ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമ്പോൾ വി ഫെൽറ്റ് സോ കോൺഫിഡന്റ് അല്ലേ. അത് എപ്പോഴും ഉണ്ടാവട്ടെ. അത് ആനീസ് കിച്ചൺ കണ്ടാൽ മാത്രമേ പറ്റുള്ളൂ. പുതിയ വിശേഷങ്ങളും പുതിയ അതിഥികളും പുതിയ വിഭവങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.